ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിക്ക് നിങ്ങളിൽ അവരെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നിങ്ങളിൽ അവർ ഇഷ്ടപ്പെടാത്ത നിങ്ങളുടെ ക്യാരക്ടർ ആയിക്കോട്ടെ, നിങ്ങളുടെ ബിഹേവിയർ ആയിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും അതിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്താണ്, അതുപോലെ തന്നെ അവർ നിങ്ങളിൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ ഇഷ്ടപ്പെടുന്ന ആ ഒരു കാര്യം എന്താണ് എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ നിങ്ങളിൽ അവരെ ഇഷ്ടപ്പെടാത്ത, അവർക്ക് ഇതുവരെ നിങ്ങളിൽ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടമില്ല, അങ്ങനെ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, 3 of Swords ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 2 of Pentacles, Queen of Pentacles, 5 of Swords, Ace of Pentacles. ഇവിടെ നമുക്ക് 5 of Wands ആണ് കിട്ടിയിട്ടുള്ളത്. Knight of Wands വന്നിട്ടുണ്ട്. Wheel of Fortune വന്നിട്ടുണ്ട്. Queen of Swords, Strength കാർഡ്, 2 of Cups, okay, 7 of Swords. ഓക്കെ, അപ്പോൾ ഇത്രയും കാർഡുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്കിവിടെ മാസ്റ്റർ കാർഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് 6 of Pentacles ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുള്ളത്. ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പ്രെഡിൽ നോക്കുമ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളിൽ വളരെ ഒരു ശക്തമായ ആകർഷണവും ഒരു ആരാധനയും ഒക്കെ ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ അവരെ ഒരു ഇന്റേണലി കൺഫ്യൂസ് ചെയ്യിക്കുന്ന, ഹേർട്ട് ചെയ്യിക്കുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ അവരുടെ ഒരു ഇഷ്ടമുള്ള ക്വാളിറ്റീസും അതുപോലെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ഒരുപോലെ ശക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മളിവിടെ ആദ്യമേ നോക്കുന്നത് അവർ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ആദ്യം കാണുന്നത് നിങ്ങളെ വളരെ ഒരു കെയറിങ് ആയിട്ടുള്ള, ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള, ഒരു റെസ്പോൺസിബിൾ പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണെന്നാണ് ഇവർ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ കാര്യങ്ങളൊക്കെ അവർക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പം നിങ്ങളെ അവരെ ഒരു സ്റ്റേബിൾ എനർജി ഉള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നു. അല്ലാതെ ഒരു അഞ്ചലപ്പെട്ട് എപ്പോഴും തീരുമാനങ്ങൾ എടുക്കാതെ, അല്ലെങ്കിൽ ഒരു അങ്ങോട്ട് വേണോ ഇങ്ങോട്ട് വേണോ അങ്ങനെയൊന്നും നിൽക്കാതെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനം എടുത്ത് ഡയറക്റ്റ് ആയിട്ട് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി ഉള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാനും അതുപോലെ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനും കഴിയുന്ന ഒരാളായിട്ട് അവർ നിങ്ങളെ കാണുന്നു എന്ന് നമുക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. അതായത് ഇപ്പോൾ മറ്റുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ തന്നെ ആയിക്കോട്ടെ, വളരെ ഒരു ഇമോഷണലി തകർന്നു പോകുന്ന, അല്ലെങ്കിൽ എപ്പോഴാണോ ഈ ഒരു വ്യക്തിക്ക് ഇമോഷണൽ ആയിട്ട് അവർക്കൊരു സപ്പോർട്ട് വേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു സമയത്ത് വളരെയധികം ഇമോഷണൽ സപ്പോർട്ട് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് അവരെ ഒരു കോൺഫിഡൻറ്റ് ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങളെന്ന് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ ഇപ്പം എന്തെങ്കിലും ഒരു പ്രാക്ടിക്കലായിട്ട് പെട്ടെന്നൊരു കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കണം എന്ന രീതിയിൽ പ്രാക്ടിക്കലായിട്ട് ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും പെട്ടെന്ന് തന്നെ അതിനൊരു കാര്യങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവുള്ള ഒരു പേഴ്സണായിട്ട് അവർ നിങ്ങളെ കാണുന്നു എന്നർത്ഥം. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾ അവർക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യങ്ങൾ. അപ്പം നിങ്ങളുടെ പ്രസൻസ് അവർക്കൊരു കംഫർട്ട് സോൺ പോലെയാണ്. അതായത് നിങ്ങൾ അവരുടെ ഒപ്പമുണ്ട് എന്നുണ്ടെങ്കിൽ അവർ വളരെയധികം കോൺഫിഡൻ്റ് ആണ്. അവർക്ക് ഒട്ടും അറിയത്തില്ലാത്തൊരു കാര്യമാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ പോലും നിങ്ങളുടെ പ്രസൻസ് അവിടെ ഉണ്ടെങ്കിൽ അത് ഏറ്റവും ഭംഗിയായിട്ട് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളൊരു എന്താ അതിന് കംഫോർട്ട് സോൺ തന്നെയാണ് പറയാനായിട്ട് പറ്റുന്നത്. അവരെപ്പോഴും കംഫോർട്ടായിട്ട് വെക്കും, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ ഒരു കാര്യം നിങ്ങൾ അവർക്ക് കംഫോർട്ടാക്കി മാറ്റി കൊടുക്കും എന്നവർക്ക് ഒരു വിശ്വാസമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രസൻസ് എപ്പോഴും അവർക്കൊരു കംഫോർട്ട് സോൺ പോലെയാണ് തോന്നിയിട്ടുള്ളത്. അത് ഒത്തിരി ഒരു നിങ്ങൾ ഇമോഷണലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ അവർക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ സംസാരിക്കുന്ന ആ ഒരു രീതിയും നിങ്ങൾ കെയർ കാണിക്കുന്ന ആ ഒരു രീതിയും ശരിക്കും പറഞ്ഞാൽ ഒരു മാച്യൂരിറ്റി അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു പക്വത, അതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളിൽ നിന്ന് ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യം എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്.
പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഏസ് ഓഫ് പെന്റക്കിൾസ് പറയുന്നത് അവർ നിങ്ങളെ ഒരു ലോങ് ടൈം വാല്യൂ ഉള്ള ഒരാളായിട്ട് കാണുന്നു, അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് വേണ്ടി, അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് മാത്രം, അല്ലെങ്കിൽ ചില സമയങ്ങളിൽ മാത്രം നല്ലൊരു ക്വാളിറ്റി ടൈം കൊടുക്കുകയും അതിനുശേഷം ഡൗൺ ആയി പോവുകയും അങ്ങനെയുള്ള ഒരു പേഴ്സൺ അല്ല. നിങ്ങൾ ഉള്ളപ്പോഴെല്ലാം തന്നെ ഉള്ള സമയങ്ങളിലെല്ലാം നിങ്ങളുടെ ആ ഒരു വാല്യൂ നിങ്ങൾ നിലനിർത്തും. അതുകൊണ്ട് തന്നെ ലോങ് ടൈം അത് നിലനിർത്തുന്ന നിങ്ങളോടൊപ്പം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരു ലോങ് ടൈം വാല്യൂ ഉള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് ഈ ഒരു വ്യക്തി കാണുന്നത്. ഇതൊരു ശരിക്കും നിങ്ങളോട് ആർക്കാണെങ്കിലും, ഈ ഒരു വ്യക്തിക്ക് എന്നല്ല മറ്റാർക്കാണെങ്കിലും ഒരു അട്രാക്ഷൻ തോന്നും. ഇതൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ അല്ല. കുറച്ചു നേരത്തെ നമുക്ക് മറ്റു വ്യക്തികളോടൊക്കെ അട്രാക്ഷൻ തോന്നാം. അപ്പൊ ആ ഒരു വ്യക്തിയുടെ ഒരു അട്രാക്ഷൻ ഏതെങ്കിലും കാര്യങ്ങൾ അവർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ആരാധന, ഒരു അട്രാക്ഷൻ ഒക്കെ തോന്നുന്നു. അതിനുശേഷം അവരുടെ മറ്റു പ്രവൃത്തികൾ കാണുമ്പോൾ നമുക്ക് ഇത് ഞാൻ പ്രതീക്ഷിച്ച പോലത്തെ ഒരു വ്യക്തിയല്ല, ആ ഒരു കാര്യങ്ങളൊക്കെ അങ്ങനെ നന്നായിട്ട് ചെയ്തതേ ഉള്ളൂ, പക്ഷെ ഇവര് മൊത്തത്തിൽ നോക്കുമ്പോൾ ഇവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ നിങ്ങളെ കാണുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് അങ്ങനെയല്ല, ഒരു ടെമ്പററി അട്രാക്ഷൻ അല്ല. അതായത് എപ്പോഴും നിങ്ങൾക്ക് ആ ഒരു ആകർഷണത്വം ഉള്ളതായിട്ട് ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ജീവിതത്തിൽ സീരിയസ് ആയിട്ട് എല്ലാ കാര്യങ്ങളെയും കാണാനായിട്ട് അവര് നിങ്ങളെ അങ്ങനെ സീരിയസ് ആയിട്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളെയും കാണുന്നതായിട്ട് അവർ മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു ഫീലിംഗ് ഒക്കെ അവർക്ക് കിട്ടുന്നുമുണ്ട്. പിന്നെ നിങ്ങൾ ശരിക്കും ഒരു ഗീവ് ആൻഡ് ടേക്ക് മനസ്സിലാക്കുന്ന ഒരാളാണ്. അതായത് ഒരു വ്യക്തി എന്തെങ്കിലും ഒരു കാര്യങ്ങൾ, ഉപകാരമായിക്കോട്ടെ, ഒരു സ്നേഹപ്രകടനമായിക്കോട്ടെ, ഒരു കെയർ ആയിക്കോട്ടെ, എന്താണെങ്കിലും നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ആ വ്യക്തിക്ക് ഏറ്റവും ആവശ്യമായ സമയത്ത് അത് ഏറ്റവും ആവശ്യമായ രീതിയിൽ തിരിച്ച് കൊടുക്കാനായിട്ട് അറിയാവുന്ന, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി ചെയ്യാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അതിപ്പോൾ സ്നേഹമായാലും കെയറിങ് ആയാലും ഇനി ഫൈനാൻഷ്യൽ പരമായ കാര്യങ്ങളാണെങ്കിലും എന്താണെങ്കിലും ആ ഒരു ഗീവ് ആൻഡ് ടേക്ക് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ്. പിന്നെ മറ്റുള്ളവരെ ഇമോഷണലി ഹെൽപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് തന്നെയാണ് നമുക്ക് ആദ്യമേ തന്നെയുള്ള കാർഡുകളിലും അത് തന്നെ മനസ്സിലായിരുന്നു. ഇമോഷണലി എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാനായിട്ട്, നമുക്കൊരു നല്ല ഒരു കാര്യത്തിൽ നിന്ന് നന്മയും കാര്യങ്ങളൊക്കെ കിട്ടിയെങ്കിൽ അത് 4 പേർക്കും കൂടെ അതൊരു ഉപകാരമാകട്ടെ എന്ന രീതി. ചിലരൊക്കെ ഉണ്ട്, നമുക്കൊരു കാര്യങ്ങളൊക്കെ കിട്ടി, പക്ഷെ അത് ആരോടും പറയാതെ അത് അങ്ങനെ ഒരു കാര്യം നടക്കും, അങ്ങനെ ഒരു, അല്ലെങ്കിൽ നമുക്കൊരു മോശമായിട്ടൊരു സംഭവം, നമ്മളൊരു വഴിയിലൂടെ പോയപ്പോൾ നമുക്ക് മോശമായിട്ടുള്ള കാര്യം ഉണ്ടായി, അപ്പൊ അവിടെ അങ്ങനെ ഒരു ആപത്തുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ എന്ന് ആരും പറയത്തില്ല. അവർക്ക് പറ്റി, ഇനി മറ്റവർക്കും പറ്റുവാണെങ്കിൽ പറ്റിക്കോട്ടെ, അല്ലെങ്കിൽ അത് എന്നെ കെയർ ചെയ്യുന്ന ഒരു കാര്യമല്ല എന്നുള്ള രീതിയിൽ അവരങ്ങ് പോകും. പക്ഷെ ഈ ഒരു പേഴ്സൺ, അതായത് നിങ്ങളുടെ കാര്യം ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലതൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും കിട്ടണമെന്ന് ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിന് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ് പറഞ്ഞു കൊടുക്കാനും, അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ, ഇമോഷണലി ആണ് ഹെൽപ്പ് ചെയ്യാൻ, എല്ലാത്തിനും നിങ്ങൾ ഒത്തിരി ഒരു സഹായ അനുഭൂതിയുള്ള ഒരു വ്യക്തിയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വന്നിട്ടുള്ള മിസ്റ്റേക്കുകൾ ഈ മറ്റൊരാൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അത് ചെയ്യരുത് കേട്ടോ, ഞാൻ ആ വഴിക്ക് പോയപ്പോൾ അങ്ങനെയാണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് നിങ്ങൾ അത് ഇങ്ങനെ ചെയ്യണം എന്ന് പറയാൻ കൂടി നിങ്ങൾ അങ്ങനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്. അത് അവർക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. പിന്നെ ശരിക്കും നിങ്ങളുടെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സപ്പോർട്ടിങ് നേച്ചറാണ്, സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി. അപ്പൊ ആ ഒരു സപ്പോർട്ടിങ് നേച്ചറാണ് ഈ വ്യക്തിക്ക് ഒത്തിരി നിങ്ങളിൽ ഇഷ്ടമായിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവർക്ക് നിങ്ങളെ ശരിക്കും ഒരു വൈഫ് ആൻഡ് ഹസ്ബൻഡ് മെറ്റീരിയൽ എന്ന ഒരു എനർജി പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ നിങ്ങളുടെ ഇമോഷണൽ സ്ട്രെങ്ത് വളരെയധികം അട്രാക്ട് ചെയ്യുന്നു അവരെ. അതായത് എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ ആ ഒരു ഇമോഷൻ കൺട്രോൾ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകാനായിട്ടുള്ള ആ ഒരു കഴിവ്, അതാണ് ഇവരെ ഒത്തിരി അട്രാക്ട് ചെയ്യുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പുറത്ത് വളരെ കാമായിട്ട് നിന്നാലും ഉള്ളിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഉള്ള ഒരു ഹാർട്ട് ഉള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങളെ അവർ കാണുന്നുമുണ്ട്. അപ്പൊ ആ ഒരു നിങ്ങളുടെ ഉള്ളിലുള്ളത് തന്നെയാണ് പുറത്തേക്കും ഇവര് കാണുന്നത്. അപ്പോൾ വളരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ കാണുന്നത്. ആ ഒരു സ്ട്രോങ്നെസ്, നിങ്ങളുടെ ആ ഒരു സ്ട്രോങ്നെസ് ഒക്കെ ഇവർക്ക് ഒത്തിരി ഇഷ്ടമാണ് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം നിങ്ങൾ ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ജെന്യൂൻ ആയിട്ട് സ്നേഹിക്കുന്ന നേച്ചർ, വളരെ വളരെ ഇഷ്ടമായിട്ട് ആ ഒരു രീതിയിലായിരിക്കും നിങ്ങൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നത്. ആ ഒരു ജെന്യൂനിറ്റിയും ഇവർക്ക് വളരെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ നിങ്ങളോടുള്ള ആ ഒരു ഇമോഷണൽ കണക്ഷൻ അവര് നിലനിർത്താനായിട്ട് എപ്പോഴും ശ്രമിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവരോടുള്ള ആ ഇമോഷണൽ കണക്ഷനെ മുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ ഒരു ഇൻറ്റ്യൂഷനും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഒരു നിങ്ങളുമായിട്ട് ഒരേ ഒരു വൈബ് കീപ്പ് ചെയ്യാനായിട്ട് ആ ഒരു കെമിസ്ട്രി ന്യൂട്രൽ ആയിട്ട് കൊണ്ടുപോകാനായിട്ട് ഇവർക്ക് പറ്റുന്നുണ്ട്. ഇവരുടെ അടുത്ത് നിന്ന് വരുന്ന അതേ ഒരു വൈബ് തിരിച്ചും നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അത് ഇവർ ഒത്തിരി നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുന്നു. നിങ്ങളുടെ ആ ഒരു വൈബ് അവർക്ക് ഒത്തിരി ഇഷ്ടമാണ്. നിങ്ങളോടൊപ്പം സംസാരിക്കുമ്പോൾ ഒരു എന്നെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി എന്നുള്ള ഒരു ഫീല് അവർക്ക് കിട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അവർക്ക് നിങ്ങളോടൊരു ഡീപ്പായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതെല്ലാമാണ് നിങ്ങളിൽ അവരെ പിടിച്ച് നിർത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഒരു
നിങ്ങൾക്ക് ഒരു എപ്പോഴും ഒരു അൺപ്രഡിക്റ്റബിൾ സൈഡ് ഉണ്ട്. അത് അവരെ ഒത്തിരി എക്സൈറ്റ്മെന്റ് അവർക്ക് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ഏത് റിലേഷൻഷിപ്പുള്ള വ്യക്തികളാണെങ്കിലും നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തി ഇന്നൊരു സാഹചര്യം വരുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഇന്ന പോലെ ഒരു പ്രതികരിച്ചു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഇങ്ങനെയായിരിക്കും എന്നോട് പ്രതികരിക്കാം എന്ന് നമുക്ക്, അതായത് ഇപ്പോൾ നമ്മൾ ചെറിയ എന്തെങ്കിലും ഒരു സെപ്പറേഷനിൽ പോകുന്ന സമയമായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പിലേക്ക് പോവാം, അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യങ്ങൾ നോ പറയുന്ന സമയം, ആ ഒരു സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി പ്രതികരിക്കുന്നത് ഇങ്ങനെയായിരിക്കും എന്ന് ഏകദേശം നമുക്ക് ആ ഒരു വ്യക്തിയോട് കൂടെ ചേർന്ന് കുറെ നാള് മുന്നോട്ട് പോയ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും ആ ഒരു പേഴ്സൺ ഇങ്ങനെയായിരിക്കും എന്നോട് പ്രതികരിക്കുക എന്നുള്ളത്. പക്ഷേ ഈ ഒരു പേഴ്സന്റെ കാര്യത്തിലൊക്കെ, അതായത് ഈ ഒരു നിങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ, അപ്പൊ അവരൊട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു പ്രതികരണമായിരിക്കും എപ്പോഴും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അത് അവർ ഒത്തിരി എക്സൈറ്റഡ് ആക്കുന്നുണ്ട്. പിന്നെ ഒരു സമയത്ത് കാമായിട്ടിരിക്കുക, മറ്റൊരു സമയത്ത് കുറച്ച് ബോൾഡ് ആവുക, ചില സമയങ്ങളിൽ സൈലന്റ് ആയിട്ടിരിക്കുക. ഈ മാറ്റങ്ങൾ അവര് നിങ്ങളിലേക്ക് കൂടുതൽ ഈ ഒരു പേഴ്സണെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് വാൻസ് കാണിക്കുന്നത് നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ലെവല്, പാഷൻ, ഒരു മാഗ്നറ്റിക് എനർജി, ഇതൊക്കെ ഒരു പേഴ്സണാലിറ്റി, നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലേക്ക് ഒരു അട്രാക്ഷൻ, ഒരു അറ്റൻഷൻ പിടിച്ചു പറ്റുന്ന ആ ഒരു രീതിയിലുള്ള പേഴ്സണാലിറ്റി ആക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ ഇവര് ഒത്തിരി നിങ്ങളെ ഇഷ്ടപ്പെടാനായിട്ട്, ഈ ഒരു കാര്യങ്ങളെല്ലാം അവർ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പം ഈ ഒരു കാര്യങ്ങളെല്ലാം അവർക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നത് നിങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നതോടെ ചില ഒരു ഇമോഷണൽ ചേഞ്ചസ് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. നിങ്ങളെ ഒരു ശരിക്കും ഒരു വിധിയുടെ കണക്ഷനാണ് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ അവർ ചിലപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഈ ഒരു വ്യക്തി എൻ്റെ ലൈഫിലേക്ക് വരേണ്ടിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു, ഇത് വിധിയായിട്ട് തന്നെ എന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു കണക്ഷനാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിൽ അവർ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളായിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഇനി അവർക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു 3 ഓഫ് സോഴ്സും അതുപോലെ 5 ഓഫ് സോഴ്സ്, ഈ രണ്ട് കാർഡുകൾ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. ഈ ഒരു രണ്ട് കാർഡുകൾ വളരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കാർഡുകളാണ്. നിങ്ങളുടെ ചില വേർഡ്സുകൾ അല്ലെങ്കിൽ ചില റിയാക്ഷൻസ് അവരെ ഡീപ്ലി ഹേർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. അവർക്ക് തോന്നുന്നത് നിങ്ങൾ ചിലപ്പോൾ ഇമോഷണലി ഒരു ഡിസ്റ്റൻസിലേക്ക് പോകുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവർ ഹേർട്ട് ആയപ്പോൾ നേരിട്ട് പറയാതെ ഒരു കോൾഡ് ബിഹേവിയർ കാണിക്കുന്നുണ്ട് നിങ്ങൾ. അതായത് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വിഷമങ്ങളോ അല്ലെങ്കിൽ ഹേർട്ട് ആകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും നേരിട്ട് പറയാതെ ഒരു തണുത്ത മട്ടിലുള്ള ഒരു ബിഹേവിയർ കൊടുക്കുന്നത്. അതുപോലെ ആർഗ്യുമെന്റ്സ് ഒക്കെ നടക്കുന്ന സമയത്ത് ഈഗോ ക്ലാഷസ് ഉണ്ടാകാം. ഇതൊക്കെ അവർക്ക് നിങ്ങളിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ്. പിന്നെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകൾ ഉണ്ടാകുന്നുണ്ട്. മൈൻഡ് ഗെയിംസ് പോലെ തോന്നുന്ന സിറ്റുവേഷൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആരാണ് ജയിക്കുന്നത് എന്നൊരു പവർ സ്ട്രഗിൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അവർക്ക് ചിലപ്പോൾ നിങ്ങളെ ഒരു അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ആ ഒരു സമയത്തൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുള്ളതായിട്ട് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ അവർ ഒരു ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇവിടെ അവർക്ക് നിങ്ങളെ കുറിച്ച് ഒരു പേടിയുണ്ട്. നിങ്ങൾ വളരെ ഒരു ഷാർപ്പ് മൈൻഡഡ് ആണ്, ഒരിക്കലും തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇമോഷണലി വീക്ക് ആവില്ലെന്ന് അവർ കരുതുന്നത് നിങ്ങളെ കുറിച്ച്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടമില്ലാത്തത് നിങ്ങൾ സൈലന്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന അവർക്ക് ഇഷ്ടമില്ല. അത് നോ എന്ന് പറയാനായിട്ട് അവർക്ക് കഴിയാത്തതും നിങ്ങൾ ഇനി അവരെ വിട്ടുപോയാൽ വീണ്ടും അവർക്ക് നിങ്ങളെ കിട്ടില്ല എന്ന് ഓർത്തിട്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഇമോഷൻസ് മറച്ചു വെക്കുന്നതായിട്ട് അവർക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യം അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പിന്നെ ഹേർട്ട് ആയാലും എനിക്കൊരു ഫീൽ ചെയ്യുന്നില്ല എന്ന പോലത്തെ ബിഹേവിയർ നിങ്ങൾ ചെയ്യുന്നുണ്ട്, അതും അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ പലപ്പോഴും നിങ്ങളുടെ ഒരു മൂഡ് ചേഞ്ചസ് അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഒക്കെ അവരെ മെന്റലി ടയർഡ് ആക്കുന്നുണ്ട്. ഒരു സമയത്ത് വളരെ ക്ലോസ് ആയിട്ടിരിക്കുക, മറ്റൊരു സമയത്ത് കുറച്ച് ഡിറ്റാച്ച്ഡ് ആകുന്നു. അതുപോലെ തന്നെ ഇൻകൺസിസ്റ്റൻസി അവർക്ക് ഡിഫിക്കൽട്ട് ഉണ്ടാക്കുന്നുണ്ട്, ഒരേപോലെയുള്ള ഫീലിങ്സുകൾ കൊടുക്കാതിരിക്കുന്നത്. പിന്നെ അൺനെസസറി ആയിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ നിങ്ങൾ തമ്മിൽ ഉണ്ടാകാറുണ്ട്. പിന്നെ ചില ചില സാഹചര്യങ്ങളിൽ മറ്റുള്ള വ്യക്തികളോട് അവർ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ജലസി തോന്നുന്നുണ്ട്. കോമ്പറ്റീഷൻ, മത്സര ബുദ്ധിയോടുകൂടി പല കാര്യങ്ങളും ചെയ്യുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇവർക്ക് ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടാനായിട്ട് പേടിയുണ്ട്, പക്ഷെ ഒരേ സമയം നിങ്ങളെ ഹാൻഡിൽ ചെയ്യാനും ബുദ്ധിമുട്ടായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട്. ഇതൊക്കെ അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം തന്നെയാണ്. ഇവിടെ ഹിഡൻ ആയിട്ടുള്ള ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് നമുക്ക് കാണാനായിട്ട് വരുന്നുണ്ട്. അവർക്ക് ചിലപ്പോൾ നമുക്കിവിടെ ഒരു 7 ഓഫ് സോർഡ്സിന്റെ കാർഡ് വന്നിട്ടുണ്ടല്ലോ. അവർക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ട് നിങ്ങളെല്ലാം തുറന്ന് പറയുന്നില്ല, എന്തൊക്കെയോ നിങ്ങൾ മറച്ചു വെക്കുന്നുണ്ട്. നിങ്ങളുടെ റിയൽ ആയിട്ടുള്ള ഇമോഷണൽസ് നിങ്ങൾ മറച്ചു മൂടി വെക്കുന്നത് പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. എന്തോ മൈൻഡിൽ വെച്ചുകൊണ്ട് പുറത്തേക്ക് വേറെ രീതിയിൽ ബിഹേവ് ചെയ്യുന്ന പോലെ അവർക്ക് തോന്നുന്നു. ഇത് അവരെ ഒരു ഇൻസെക്യൂർ ആക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കാർഡ് ഇത് ഈ ഒരു കാര്യം മാത്രം കാണിക്കുന്ന ഒരു കാർഡല്ല. ചിലപ്പോൾ ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ എനർജിയും
കൂടി കാണിക്കും. അതായത് നിങ്ങൾ ഹർട്ട് ആകരുത് എന്ന് കരുതി ഇമോഷൻസ് ഹൈഡ് ചെയ്യുന്ന ടെൻഡൻസി കൂടിയായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നത്. പക്ഷെ ഇവർക്ക് ഫീൽ ചെയ്യുന്നത് ഇതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളെ വളരെ ശക്തമായി ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ ആ ഒരു കെയറിങ് നേച്ചർ, അതുപോലെ ഇമോഷണൽ ഡെപ്ത്, ഒരു നിങ്ങളുടെ കോൺഫിഡൻസ്, നിങ്ങളുടെ ആ ഒരു ലോയാലിറ്റി, സ്ട്രോങ് പേഴ്സണാലിറ്റി, ഇവയെല്ലാം അവരെ നിങ്ങളിലേക്ക് വലിച്ച് അട്രാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ റിലേഷൻഷിപ്പ് ഈ ഒരു ഡിഫിക്കൽട്ട് ആക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാതെ തോന്നുന്നത് അൺസ്പോക്കൺ ആയിട്ടുള്ള ഇമോഷൻസ്, അതുപോലെ ഈഗോ ക്ലാഷസ്, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, ഇമോഷണൽ ആയിട്ട് ഒരു വോള് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്ന പോലെ ഒരു ഫീലിങ്സ് അവർക്ക് തോന്നുന്നുണ്ട്. ഇതൊക്കെയാണ് അവർക്ക് ഇഷ്ടമില്ലാത്തതായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ് മുഴുവൻ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമുണ്ട്, പക്ഷെ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ക്ലാരിറ്റി കുറവാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ആ ഒരു എനർജി വളരെ ശക്തമായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് പരിഹരിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഇഷ്ടമില്ല, അല്ലെങ്കിൽ ഇന്ന ഇഷ്ടമില്ല എന്നല്ല, അവർക്ക് ഈ ഒരു നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ മൂടി വെക്കുന്ന പോലെയൊക്കെ തോന്നുന്ന സമയത്ത് അവർ നിങ്ങളോട് ഒന്ന് ക്ലാരിറ്റി ചോദിച്ചൊക്കെ വന്ന് നിങ്ങൾ ആ ക്ലാരിറ്റി ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ സംസാരങ്ങളൊക്കെ, അതായത് കോൺവെർസേഷൻ നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പിലെ എല്ലാ പ്രശ്നങ്ങളും തന്നെ പരിഹരിച്ചു പോകുന്ന വളരെ ഒരു കണക്ഷൻ ഉള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടി എടുത്ത് നോക്കാം. Clues related to this reading, okay? Clues related to this reading. Clues related to this reading, okay? ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് യു ക്യാൻ ട്രസ്റ്റ് എന്നുള്ളൊരു ക്ലൂ ആണ് നമുക്ക് കിട്ടുന്നത്. സെക്കൻഡ് ക്ലൂ 1977 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ലെറ്റർ ഐ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ആലപ്പുഴ ജില്ല നമുക്ക് കിട്ടുന്നുണ്ട്. ക്രിക്കറ്റ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ലെറ്റർ ഇസഡ്, ലെറ്റർ പി, 2 months എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. നമ്പർ 22, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1986 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. കണ്ണൂർ ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ബ്ലൂ കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. ഡാൻസ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. 1997 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 53 കിട്ടുന്നുണ്ട്. നമ്പർ 36, നമ്പർ 8, നമ്പർ 52, 1994, ലോങ് ഹെയർ, ആർട്ടിസ്റ്റ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. 1980 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസ് ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സൺസ് ഒക്കെ. ഹോണസ്റ്റ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. കൊല്ലം ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. 2000 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ലെറ്റർ എസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മാർച്ച് മന്ത് കിട്ടുന്നുണ്ട്. മ്യൂസിക് എന്ന് പറയുന്ന ക്ലൂ കിട്ടുന്നുണ്ട്. നമ്പർ 29 കിട്ടുന്നുണ്ട്. നമ്പർ 51, നമ്പർ 31, അതുപോലെ തന്നെ 2005 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1986 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ലെറ്റർ കെ കിട്ടുന്നു. ലവബിൾ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. നമ്പർ 39 നമുക്ക് കിട്ടുന്നുണ്ട്. ഒക്ടോബർ മന്ത്. ആക്ടിങ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ലെറ്റർ ഒ. നമ്പർ 29, പേഷ്യൻസ് എന്ന് പറയുന്ന ക്ലൂ കിട്ടുന്നുണ്ട്. റൈഡിങ്, ദിസ് മന്ത് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസും ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമൻറ്റ് സെക്ഷനിലുള്ള ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.